പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്ന് നിങ്ങൾ തംബ്നെയിലിൽ കണ്ടതുപോലെ തന്നെ ബഹിരാകാശത്തു നിന്നും നമ്മുടെ ഭൂമിയിലേക്ക് ഇവിടെ പറന്നിറങ്ങിയ നമ്മുടെ സുനിത വില്യംസുമായി ബന്ധപ്പെട്ട് ഇന്നലെ മുതലേ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ പരന്നുകൊണ്ടിരിക്കുന്ന ഒരു വ്യാജ വാർത്ത നിങ്ങളും കണ്ടിട്ടും കേട്ടിട്ടും ഒക്കെ ഉണ്ടാവും. ഒരു വ്യാജ വാർത്തയുമായി ബന്ധപ്പെട്ട് ഒരു ചെറിയ കാര്യം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരോടും പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ദയവ് ചെയ്ത് നിങ്ങൾ തംബ്നെയിൽ മാത്രം കണ്ടിട്ട് ഒരു റിയാക്ഷനും ചെയ്യരുത്. വീഡിയോ മുഴുവനായിട്ടും കേട്ടിട്ട് എന്താണ് കാര്യം പറയുന്നത് എന്ന് അറിഞ്ഞതിന് ശേഷം മാത്രം ദയവ് ചെയ്ത് എൻ്റെ സഹോദരന്മാരും സഹോദരിമാരും കമൻറ്റ് ചെയ്യുക. കാരണം എന്താണെന്ന് വെച്ചാൽ, രണ്ട് വീഡിയോ ഇട്ടപ്പോൾ ഒരുപാട് നല്ല കമൻസും അതുപോലെ തന്നെ ബാഡ് കമൻസും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അത് സ്വാഭാവികമാണല്ലേ. നമ്മൾ സോഷ്യൽ മീഡിയയിൽ നമ്മൾ ഒരു ന്യൂസ് ഇട്ട് കഴിഞ്ഞാൽ അതിനെ അനുകൂലിക്കുന്നവരും ഉണ്ടാവും, അതിനെ പ്രതികൂലിക്കുന്നവരും ഉണ്ടാവും. അത് നമ്മൾ ആക്സെപ്റ്റ് ചെയ്തേ പറ്റുള്ളൂ. പക്ഷേ മുഴുവൻ കേട്ടിട്ട് വേണം നെഗറ്റീവ് അടിക്കാനും. അതുപോലെ തന്നെ പറയുന്ന കാര്യങ്ങൾ ഒരിക്കൽ പറഞ്ഞു കഴിഞ്ഞാൽ അത് തിരിച്ചെടുക്കാൻ പറ്റില്ല എന്നുള്ളത് ഞാനും അതേപോലെ തന്നെ കമൻ്റ് ഇടുന്നവരും അവരും ഒന്ന് ശ്രദ്ധിച്ചാൽ നന്നായിരിക്കും എന്നാണ് എനിക്ക് എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയാനുള്ളത്. അപ്പോൾ ഇന്നലെ മുതലേ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചു കൊണ്ടിരിക്കുന്ന ആ വാർത്ത എന്താണെന്ന് ഞാൻ പറയാതെ തന്നെ ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അതായത് 9 മാസം അവിടെ ബഹിരാകാശത്ത് നിന്ന് അവിടെ നോമ്പൊക്കെ നോറ്റ് ഖുറാനൊക്കെ വായിച്ച് നമ്മുടെ സുനിത വില്യംസ് അതിനെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഇന്നലെ മുതലേ വ്യാജമായ വാർത്ത ഇങ്ങനെ പ്രചരിക്കുന്നുണ്ടായിരുന്നു. ഇത് കണ്ടപ്പോൾ ശരിക്കും പറഞ്ഞാൽ എന്താണ് ഇതിൻ്റെ അടിസ്ഥാനം എന്ന് എല്ലാവരും ചിന്തിച്ചിട്ടുണ്ടാവും. അതുപോലെ തന്നെ പറയുന്നത് കേട്ട് ഇത് ഒരുപാട് ആൾക്കാർ, കുറേ ആൾക്കാർ ഇത് ഷെയർ ചെയ്തിട്ടും ഉണ്ടായിരുന്നു. അവരെ കുറ്റം പറഞ്ഞിട്ട് ഒരിക്കലും കാര്യമില്ല. എന്താണെന്ന് വെച്ചാൽ ആരായാലും ഷെയർ ചെയ്തു പോകും. ഏത് വിഭാഗത്തിലുള്ള ആൾക്കാരായാലും അത് നമ്മൾ അറിയാതെ ഷെയർ ചെയ്തു പോകും. അപ്പോൾ ഇതിൻ്റെ പിറകിൽ എന്താണ് ഉദ്ദേശം? ഇതുപോലെയുള്ള വാർത്തകളൊക്കെ പടച്ചു വിടുന്നത് കൊണ്ടുള്ള ഉദ്ദേശം എന്താണ് എന്ന് എൻ്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ മനസ്സിലാക്കുക. എന്തിനു വേണ്ടിയാണ് ഇങ്ങനെയൊക്കെയുള്ള വാർത്തകൾ ആരാണ് പടച്ചു വിടുന്നത്? എന്തിനാണ് ഇതുപോലെയുള്ള ഫേക്ക് ന്യൂസൊക്കെ ഉണ്ടാക്കുന്നത്? എന്തായാലും അതിൽ ചെയ്തത് ആര് തന്നെ ആയാലും അത് നല്ല ഉദ്ദേശത്തോടു കൂടിയല്ല എന്നുള്ളത് സത്യമായ കാര്യമാണ്, അല്ലേ? സത്യമായ കാര്യം തന്നെയാണ്. അതുപോലെ തന്നെ പറയുന്നുണ്ട്, ഗണേശ ഭഗവാനെയും ഭഗവത്ഗീതയും മുറുകെ പിടിച്ചുകൊണ്ടാണ് സുനിത വില്യംസ് പുറത്തേക്ക് ഇറങ്ങി വന്നത് എന്നുള്ള ഒരു ന്യൂസും ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, സത്യം പറഞ്ഞാൽ ആരാധന എന്ന് പറയുന്നതും നമ്മൾ എന്ത് ആരാധനയെ ആരെ വിശ്വസിക്കണം, ഏത് ദൈവത്തെ പ്രാർത്ഥിക്കണം എന്നുള്ളതൊക്കെ വ്യക്തിപരമാണ്, അല്ലേ? അതൊക്കെ ഇങ്ങനെ എടുത്ത് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? പരസ്പരം ഏത് മതത്തിൽപ്പെട്ടവരായാലും എല്ലാവരും നല്ല രീതിയിൽ ജീവിക്കുന്നവർ തന്നെയാണ്. അതുപോലെ തന്നെ ആവുകയും വേണം, നല്ല രീതിയിലുള്ള ജീവിതം തന്നെ ആവണം. ഇപ്പോൾ ഒരു ഹിന്ദു ആണ് മുസ്ലിമിനെ കുറിച്ച് നല്ലത് പറഞ്ഞു എന്ന് വിചാരിച്ചാൽ അയാൾ മോശക്കാരനോ മോശക്കാരിയോ ആവോ? അതുപോലെ തന്നെ ഒരു മുസ്ലിമാണ് ഹിന്ദുവിനെ കുറിച്ച് കുറച്ച് നല്ലത് പറഞ്ഞെന്ന് വെച്ച് പറഞ്ഞ ആൾ മോശം ആവോ? അങ്ങനെയൊക്കെയുള്ള എന്തൊക്കെയല്ലോ ഒരു വ്യത്യസ്ത ചിന്താഗതിയിൽ പോകുന്ന ഒരു കൂട്ടം ആൾക്കാർ ഇവിടെയുണ്ട്. പക്ഷേ അവരൊന്ന് ചിന്തിക്കുക, ബൈബിളായാലും ഖുറാനായാലും ഭഗവത്ഗീതയായാലും അതിലെല്ലാം പറയുന്നതും ഉൾക്കൊള്ളുന്നതുമായ ചൈതന്യം ഒന്നു തന്നെയാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. നിങ്ങൾ എല്ലാവരും അതുപോലെ ആണോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ എങ്കിലും ഒരുവിധം വിദ്യാഭ്യാസമുള്ള എല്ലാവരും എന്ത് തന്നെയായാലും സത്യം എന്താണെന്നുള്ളത് മനസ്സിലാക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്, അല്ലേ? നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഇപ്പോൾ നിങ്ങൾ സോഷ്യൽ മീഡിയ തുറന്നാൽ ഇപ്പോൾ പുണ്യ റമദാൻ മാസമാണ്. ഈ റമദാൻ മാസത്തിൽ മുസ്ലിങ്ങൾ നോമ്പെടുക്കുന്നതിനോടൊപ്പം തന്നെ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും, പല വ്ളോഗും യൂട്യൂബ് ചാനലിൽ പല വ്ളോഗും ചെയ്തിരിക്കുന്നത് നോമ്പ് കാലം, നോമ്പ് തുറ എന്നൊക്കെ പറഞ്ഞിട്ട് ഹിന്ദുക്കൾ കുടുംബമായിട്ട് അവർ നോമ്പെടുത്ത് വൈകുന്നേരം വിളക്കും വെച്ച് അവർ നോമ്പ് തുറക്കുന്ന വീഡിയോ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് വിശ്വാസമാകുന്നില്ലേ? നിങ്ങൾ ഓരോരോ ആൾക്കാരും യൂട്യൂബിൽ നിങ്ങൾ എടുത്തു നോക്കൂ, നിങ്ങൾക്കത് കാണാൻ വേണ്ടി സാധിക്കും. അവർ നോമ്പ് നോറ്റിട്ട് ഹിന്ദു കുടുംബങ്ങൾ തന്നെ, അച്ഛനും അമ്മയും മക്കളും വീട്ടിൻ്റെ അപ്പുറത്തുള്ള ഹിന്ദുക്കളും ഒക്കെ വീട്ടിലിരുന്ന് അവർ നോമ്പ് തുറക്കുവാണ്. അത് നമുക്ക് നല്ല കാര്യമാണ്. അത് വേണ്ടാന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ആരോടെങ്കിലും അത് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? അങ്ങനെ ഒരിക്കലും നമ്മൾ ചെയ്യാൻ പാടില്ല. നമ്മൾ അവരോട് അങ്ങനെ നമ്മൾ ചെയ്യാനേ പാടില്ല.
കാരണം ആ നോമ്പ് എടുക്കുന്നത് എന്തിനാണ്? അവർക്ക് അതിൻ്റെ തത്വം ഉൾക്കൊണ്ട് അതിൻ്റെ പൊരുൾ മനസ്സിലാക്കിയിട്ടാണ് ആ കുടുംബം, ഹിന്ദു കുടുംബം ആയാൽ തന്നെ അവർ ആ നോമ്പ് എടുക്കുന്നത് അല്ലേ. അതിനെ മോശമാക്കി പറയാനോ അത് ചെയ്യരുതെന്ന് പറയാനുള്ള അവകാശം നമുക്ക് ആർക്കുമില്ല. സത്യം പറഞ്ഞാൽ എനിക്ക് ഇതുവരെയും നോമ്പ് എടുക്കാനൊന്നും സാധിച്ചിട്ടില്ല. നോമ്പ് എടുക്കണം എന്നൊക്കെ ആഗ്രഹമൊക്കെ ഉണ്ടെങ്കിലും എനിക്ക് ആരോഗ്യപരമായിട്ട് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട്, കാരണം എൻ്റെ മറ്റുള്ള വീഡിയോസും എന്നെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് എൻ്റെ ബയോഡാറ്റയും ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ എങ്ങനെയുള്ളൊരു വ്യക്തിയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. അതുകൊണ്ട് മാത്രമാണ് നോമ്പൊന്നും എടുക്കാത്തത്. അല്ലെങ്കിൽ ഏത് മതത്തിലായാലും ക്രിസ്ത്യൻസിൻ്റെയും ഒക്കെ നോമ്പ് ഒക്കെ ഉണ്ട്. ഇപ്പോൾ ഉണ്ടോയെന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. അവർക്കും ഇപ്പോൾ നോമ്പിൻ്റെ സമയമാണെന്ന് തോന്നുന്നു. ഇനി മുസ്ലിംസ് ആയാലും അതുപോലെ തന്നെ നമ്മളെ ഹിന്ദുക്കളായാലും ഒരുപാട് നമുക്കും ഇതുപോലെ നോമ്പൊക്കെ ഉണ്ട് അല്ലേ. ശിവരാത്രി നോയമ്പും ഏകാദശി നോയമ്പും ഒക്കെ ആയിട്ട് അതൊക്കെ എടുക്കുന്ന ഒരുപാട് ഹിന്ദു ഭക്തന്മാർ ഇപ്പോഴും ഉണ്ട്. നന്നായിട്ട് നോമ്പെടുത്ത് നല്ല ഇത് നയിക്കുന്ന ആൾക്കാർ. അപ്പോൾ അത് പരസ്പരം എല്ലാവരും ഇതിനെയൊക്കെ ബഹുമാനിക്കുക. അല്ലാതെ നിൻ്റെ ഖുറാൻ, നിൻ്റെ ഭഗവത്ഗീത, നിൻ്റെ ബൈബിള് എന്നൊക്കെ പറഞ്ഞിട്ട് ഇതിൻ്റെ പിന്നിൽ നിന്നും കുത്തുന്നത് ആരാണ്? ഇതെന്തിനു വേണ്ടിയാണ് ഇങ്ങനെ ഒരു ഇത് പടച്ചു വിട്ടതെന്നറിയില്ല. സുനിത വില്യംസ് ഇപ്പോൾ ഇഷ്ടം ബീട്രൂട്ട് ഹൽവയാണെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ബാക്കിയെല്ലാം ഗോസിപ്പായിട്ട് ഇന്നലെ പോയി. ഇത് ആരെ ചളിവാരി തേക്കുന്നതിന് വേണ്ടിയിട്ട് ആരടിച്ചിറക്കിയതാണ്, ഇതിൻ്റെ പിന്നിലൊന്നും പറയാൻ പറ്റില്ല. എന്തായാലും വാർത്ത വ്യാജമാണെന്ന് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ദയവ് ചെയ്ത് ഇതുപോലെയുള്ള വാർത്തകളൊന്നും ആരും ഷെയർ ചെയ്യാൻ നിൽക്കരുത്. കാരണം ഇത് നമ്മുടെ ലോകത്തിന് മൊത്തം മാതൃകയായിട്ടുള്ള ആൾക്കാരാണ് ബഹിരാകാശത്ത് നിന്നും വന്നിട്ടുള്ളത് അല്ലേ. സുനിത വില്യംസിനെ പ്രത്യേകിച്ച് എടുത്തു പറഞ്ഞുകൊണ്ടാണ് ഇങ്ങനെയുള്ള പോസ്റ്റ് വന്നിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞാനും അങ്ങനെ തന്നെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എൻ്റെ സഹോദരന്മാരെ, സഹോദരിമാരെ, നിങ്ങൾ ഇതുപോലെയുള്ള പോസ്റ്റുകളൊക്കെ നമ്മൾ ഇടുന്നത് എന്തിനു വേണ്ടിയാണെന്ന് വെച്ചാൽ എല്ലാവരും കാര്യങ്ങൾ അറിയാത്തവരൊക്കെ അറിയണം അല്ലേ. ഇതിൻ്റെ പിറകിൽ എന്താണ് നടക്കുന്നത് എന്നൊക്കെ എല്ലാവരും അറിയുന്നതിന് വേണ്ടിയിട്ടാണ്. പിന്നെ ഇതുപോലെ നല്ല കാര്യങ്ങൾ ചെയ്തവരും നല്ലതാണെന്ന് പറയുന്നതിനോട് എല്ലാവരും യോജിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ചിലവരൊക്കെ ഓരോ കമൻസൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മതസൗഹാർദ്ദം, നിങ്ങൾ എല്ലാ കാര്യത്തിലും മതസൗഹാർദ്ദം പുലർത്തുമോ, നിങ്ങൾക്കതിന് പറ്റുമോ? എൻ്റെ മക്കളെ, നമ്മൾ മനുഷ്യന്മാരാണ്. നമുക്ക് 100% പെർഫെക്റ്റായി ഇരിക്കാൻ നമുക്ക് ആർക്കും പറ്റില്ല. ഈ കമൻറ്റ് ഇടുന്നവർക്ക് പറ്റുമോ? നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് ഇങ്ങനെ കമൻറ്റ് ഇടുക എന്ന് പറയുന്നത് വലിയ കാര്യമൊന്നുമല്ല അല്ലേ. പക്ഷേ എല്ലാ കാര്യങ്ങളും ചിന്തിച്ചിട്ട് വേണം ഓരോ കമൻറ്റും നമ്മൾ ഇടുമ്പോഴും, നമ്മൾ ഓരോ ആൾക്കാരോടും നമ്മൾ സംസാരിക്കുമ്പോഴും നമ്മൾ അത് ചിന്തിച്ച് തന്നെ വേണം നമ്മൾ ഇടാൻ വേണ്ടിയിട്ട്. നമ്മളെന്ന് പറഞ്ഞാൽ നമ്മൾ വിശ്വസിക്കുന്ന, ആരാധിക്കുന്ന എന്ത് തന്നെയായാലും അത് നമ്മളുടെ സ്വന്തമാണ് എന്ന് വെച്ച് നമ്മൾ മറ്റുള്ളവൻ്റേത് കളിയാക്കുകയോ മറ്റുള്ളവന് നാശം വരട്ടെ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ മോശം ചെയ്യാനോ ഒന്നും പോകാതിരിക്കുക എന്ന് തന്നെയാണ് പറയാനുള്ളത്. ഓരോന്നും ചെയ്യുമ്പോൾ നമ്മൾ നല്ലത് വിചാരിച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നത്, അല്ലാതെ മറ്റുള്ളവർക്ക് നാശം വരണം എന്ന് വിചാരിച്ചിട്ടൊന്നുമല്ല ഓരോ കാര്യവും ഇവിടെ വന്ന് അവതരിപ്പിക്കുന്നതും പറയുന്നതും എൻ്റെ പ്രിയപ്പെട്ടവർ ഒന്നുകൂടി മനസ്സിലാക്കുക. അത്രേ എനിക്ക് പറയാനുള്ളൂ. കാരണം നിങ്ങൾ എല്ലാ കാര്യത്തിലും ഇതുപോലെ ഈ മതസൗഹാർദ്ദം പുലർത്തുമോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അതൊക്കെ ഒരു വല്ലാതെ ചോദ്യമാണ്. നമുക്ക് പറ്റുന്നതൊക്കെ നമ്മൾ ചെയ്യും. പിന്നെ എന്നെപ്പോലെയുള്ള വ്യക്തികൾക്കൊക്കെ ഒരുപാട് പരിമിതികളൊക്കെ ഉണ്ട്. ആ പരിമിതികളിലൊക്കെ നിന്നുകൊണ്ടാണ് ഞാനൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും എന്താണ് ഞാൻ അങ്ങനെ പറഞ്ഞത് എന്നുള്ളത്. നിങ്ങൾ എൻ്റെ എന്തുകൊണ്ടാണ് പെണ്ണായതുകൊണ്ട് മാത്രമൊന്നുമല്ല, വേറെയും പല സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്ന ആൾക്കാരാണ് നമ്മൾ പലരും അല്ലേ. അതൊന്നും നമുക്ക് എല്ലാവരുടെ നമുക്ക് എല്ലാം ഒന്നും തുറന്നു പറയാനൊന്നും നമുക്ക് പറ്റില്ലല്ലോ. എങ്കിലും എന്നെ കൊണ്ട് പറ്റുന്ന കാര്യം ഞാൻ പറയേണ്ടത് കൃത്യമായിട്ട് തന്നെ പറയും. അത് ആര് തന്നെയായാലും എല്ലാവരോടും സ്നേഹം മാത്രമേ ഉള്ളൂ. ഈ പരിശുദ്ധ റമദാൻ മാസത്തിൽ എല്ലാവർക്കും നന്മ വരണമെന്ന് മാത്രമേ ആഗ്രഹമുള്ളൂ. ഞാൻ പറഞ്ഞല്ലോ, നോമ്പെടുക്കുന്ന ഹിന്ദു കുടുംബങ്ങൾ. ഇത് പറഞ്ഞത് വെച്ചിട്ട് ഇനി എൻ്റെ മേക്ക് പൊങ്കാല ചൊരിയാനൊന്നും ആരും വരണ്ട. ഉള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്. പിന്നെ നമ്മൾ കുറച്ച് ആൾക്കാർ അതൊന്നും അങ്ങനെയല്ല, ഇതൊന്നും ഇങ്ങനെയല്ല എന്ന് പറഞ്ഞതിനെ കൊണ്ടൊന്നും കാര്യമില്ല. ഇവിടെ ഇങ്ങനെയൊക്കെയാണ് നടക്കുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഈ കേരളത്തിൽ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും മുസ്ലിംസും ഒറ്റക്കെട്ടാണെന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമാണ് ഞാൻ ഇപ്പോൾ എടുത്തു പറഞ്ഞത്. കാരണം ഹിന്ദുക്കൾ നോൽക്കുന്ന നോമ്പ് നമ്മൾ സുനിത വില്യംസിൻ്റെ അവിടെ നിന്ന് തുടങ്ങിയതാണ്. നമ്മൾ എത്തിച്ചേർന്നത് നല്ല കാര്യത്തിൽ തന്നെയാണ്. നിങ്ങളെല്ലാവർക്കും അത് മനസ്സിലാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അതുകൊണ്ട് എല്ലാവരും നോക്കണം, വീഡിയോ അവസാനം വരെ കണ്ടതിന് ശേഷം മാത്രം എല്ലാവരും കമൻറ്റ് ചെയ്യുക. അല്ലാതെ തംബ്നെയിൽ കണ്ടിട്ട് നിങ്ങൾ അങ്ങനെയാണ്, നിങ്ങളെ മനസ്സൊഴിക്കുകയാണ്, മറ്റേതാണ് മറിച്ചേതാണെന്ന് പറയാൻ വരാതിരിക്കുക ദയവ് ചെയ്ത്. നല്ല കാര്യത്തിന് വേണ്ടി മാത്രമാണ്. നമ്മളും എല്ലാം കുടുംബമായിട്ട് ജീവിക്കുന്നവർ തന്നെയാണ്. പക്ഷേ കാണുന്ന കാര്യങ്ങൾ സത്യസന്ധമായിട്ട്
നമ്മൾ സോഷ്യൽ മീഡിയ വഴി ആർക്കെങ്കിലും ഉപകാരമാകുന്നുണ്ട്. കുറച്ച് ഇതുകൊണ്ട് കുറച്ചൊരു നന്മ ആരിലെങ്കിലും എത്തുന്നുണ്ടെങ്കിൽ എത്തട്ടെ, അല്ലേ? നല്ല കാര്യമല്ലേ? അത് ചെയ്യുന്നതിന് നമ്മൾ ആരെയും പേടിക്കേണ്ട ആവശ്യമില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ടാറ്റ. അപ്പോൾ മറക്കരുത് എന്നും പറയുന്നത് പോലെ സബ്സ്ക്രൈബ്, ഷെയർ ആൻഡ് ലൈക്ക്.